السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു ദഅവ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു വിജ്ഞാന സദസ്സിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ലഭിക്കുന്ന, അവൻ്റെ മാലാഖമാരുടെ പ്രാർത്ഥനകൾ നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മൗലികമായൊരു സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി കഴിയുന്നതുവരെ ഇരിക്കണം, ശ്രദ്ധിക്കണമെന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്കറിയാം, പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതാണ്. എനിക്ക് ഓർമ്മ വരുന്നത്, ഇസ്ലാമിക ചരിത്രത്തിലെ നമ്മളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയും കരയാൻ തുടങ്ങി. ഭാര്യയുടെ ഇരു കണ്ണുകളിൽ നിന്നും കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മടിയിൽ കിടന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് കണ്ണുനീരുറ്റി വീണപ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ പ്രിയങ്കരിയായ പ്രാണപ്രേയസി, എൻ്റെ ഭാര്യ, നീ എന്തിനാണ് നീ കരയുന്നത്? എൻ്റെ മോളെ, നീ എന്തിനാണ് നീ കരയുന്നത് എന്ന് ഭാര്യയോട് ചോദിക്കുകയാണ്. ആ സമയത്താണ് ഭാര്യ പറയുന്നത്, അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അങ്ങയുടെ കൈ വിറച്ചപ്പോ എൻ്റെ കൈകൾ വിറച്ചുപോയി. അങ്ങയുടെ മനസ്സ് പടച്ചപ്പോ എൻ്റെ മനസ്സും പടച്ചുപോയി എന്ന് ഭാര്യ മറുപടി പറഞ്ഞപ്പോ ആ ഭാര്യയോട് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പറഞ്ഞു കൊടുക്കുന്ന ഒരു വസ്തുതയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുമ്പോ ആ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങളാണ് നമ്മളിൽ വിഷയീഭവിക്കേണ്ടത്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി, എൻ്റെ കണ്ണുകളെ കരയിച്ചത് ദുനിയാവിലെ പ്രശ്നങ്ങളല്ല, ദുനിയാവിലെ ദുരന്തങ്ങളല്ല, കച്ചവടത്തിലുള്ള നഷ്ടങ്ങളല്ല, ടോക്കൺ കൊടുത്ത പറമ്പുകൾ വാങ്ങാൻ കഴിയാത്തതിന്റെ പേരിലല്ല എൻ്റെ കണ്ണുകൾ കരഞ്ഞത്. എൻ്റെ കണ്ണുകൾക്ക് കണ്ണീര് നൽകിയത്, എൻ്റെ കണ്ണുകളെ കരയിച്ചത്, എൻ്റെ കൈകളെ വിറപ്പിച്ചത്, എൻ്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയത്
എന്റെ മനസ്സിലെയും ശരീരത്തെയും ഒന്നടങ്കം പ്രയാസപ്പെടുത്തിയത് എന്താണെന്ന് നിനക്കറിയുമോ? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു വചനമാണ്, വിശുദ്ധ ഖുർആനിലെ ഒരു വാചകമാണ്. ഏതാണ് ആ വാചകം? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ എന്ന ആയത്താണ് എന്റെ കണ്ണുകൾക്ക് കണ്ണീര് നൽകിയത് എന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പ്രിയങ്കരിയായ ഭാര്യയോട് പറഞ്ഞുവെങ്കിൽ ആലോചിക്കേണ്ടതുണ്ട് സഹോദരിമാരെ, ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ജീവിതത്തിൽ എന്നെങ്കിലും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയോർത്ത് ഒന്ന് കരയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഭാര്യ മരിച്ചപ്പോ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ടവര് മരിച്ചപ്പോ കരഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കൾ മരിച്ചപ്പോ കരഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ സുഹൃത്തുക്കൾ ആക്സിഡന്റായി ശരീരമൊന്ന് കാണുവാൻ പോലും പറ്റാത്ത രൂപത്തിൽ വികൃതമാക്കപ്പെട്ടപ്പോ നമ്മുടെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകിയിട്ടുണ്ട്. ഇല്ല, അള്ളാഹുവിനെ കുറിച്ചോർത്ത്, കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ചോർത്ത് കരഞ്ഞിട്ടില്ല നമ്മൾ. എങ്കിൽ ഓർക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നരകം സ്പർശിക്കാത്ത 3 കണ്ണുകൾ പഠിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഐനുൻ ബകത് മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണ്, ആ കണ്ണുകളെ നരകം സ്പർശിക്കുന്നതല്ല. ആലോചിക്കേണ്ടതുണ്ട് പ്രിയങ്കരരെ, ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ കണ്ണ് അള്ളാഹുവിനെ കുറിച്ചോർത്ത കരഞ്ഞ കണ്ണാണോ എന്റെ കണ്ണ്? നരകത്തെ കുറിച്ചുള്ള ബേജാറുകൊണ്ട് കരഞ്ഞ കണ്ണാണോ എന്റെ കണ്ണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഏതാണ് ഈ നരകം? നരകത്തെ പറ്റി നിസ്സാരമായി കാണേണ്ടവരല്ല നമ്മൾ. നരകത്തെ പറ്റി നമ്മൾ പഠിക്കണം, നരകത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലണം. അതിന്റെ ആശയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്ന കണ്ണുകളുമായി സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ, ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് വെറും ചിരിയുമായി നിങ്ങൾ ജീവിക്കല്ല. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം, നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടത് ഏതാണെന്നറിയുമോ? റഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടിട്ടുണ്ട്. നരകത്തിലെ ഭയാനകരമായ ശിക്ഷകൾ, അവിടെ സംവിധാനിച്ചു വെച്ച നരകത്തിന്റെ ശിക്ഷാമുറകൾ, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എങ്കിൽ ആ നരകത്തെ കുറിച്ച് ഓർത്ത് കരയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബന്ധങ്ങളിൽ വിച്ഛേദം വരുമ്പോ, ബന്ധങ്ങളിൽപ്പെട്ട പലരും നഷ്ടപ്പെടുമ്പോ നമ്മൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ ആലോചിക്കണം, എനിക്കറിയേണ്ടത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം, നരകത്തെ ഓർത്തുകൊണ്ട് കരയണം. അത് കരയാൻ സാധിക്കുന്ന, കരയാനുള്ള കണ്ണുനീര് കിട്ടുന്ന ആ ഒരു കണ്ണിന് കണ്ണുനീര് സമ്മാനിക്കുന്ന, മനസ്സിനെ സംവിധാനിക്കുന്ന ഏറ്റവും നല്ലൊരു മാസമാണ് ലോകത്തിന്റെ തമ്പുരാൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്, പരിശുദ്ധ റമദാൻ. ആ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും നരകത്തെ കുറിച്ച് ഓർത്ത് കരയാനും, അള്ളാഹുവിന്റെ ശിക്ഷാമുറകൾ ഓർത്ത് നന്മയിലേക്ക് ധൃതിപ്പെട്ടു പോകാനും, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നരകത്തിലെ തീജ്വാലയെ പറ്റി അല്ലാഹു പറഞ്ഞു, കൽകസുർ, അത് ഒരു കോട്ട പോലെയാണ്. ഒരു കോട്ടയുടെ എത്രയും വലിപ്പമുണ്ട് നരകത്തിലെ ഒരു തീപ്പൊരിക്ക് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. ആ നരകത്തിന്റെ തീപ്പൊരി ശരീരത്തിലൊന്ന് സ്പർശിച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, പിന്നെ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ലവാഹത്തുൽ ലിൽ ബശർ, പിന്നെ അവന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും കാർന്നു തിന്ന് അതൊരു വികൃത രൂപമായി രൂപം മാറുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, ആലോചിക്കേണ്ടതുണ്ട്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവന്റെ ശരീരത്തെ പറ്റി, അവന്റെ രൂപത്തെ പറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ രണ്ട് ചുമലുകൾക്കിടയിലുള്ള ദൂരം, ഒരു വളരെ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ 3 ദിവസം സഞ്ചരിക്കാൻ എടുക്കുന്ന 3 ദിവസം വളരെ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും? അത്രയും വിശാലമായിരിക്കും, നീളമായിരിക്കും അവന്റെ 2 ചുമലുകൾക്കിടയിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, നരകത്തിൽ പ്രവേശിപ്പിക്കുന്നവന്റെ തൊലിയുടെ വലിപ്പം തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, 3 ദിവസം യാത്ര ചെയ്യുന്ന വഴി ദൂരം അത്രയുമാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവന്റെ തൊലിയുടെ കട്ടിയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ നരകത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
നരകത്തിലെ പാനീയങ്ങളെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചു. തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, വമാ ഹിയ യാ റസൂലല്ലാഹ്, എന്താണ് തീനത്തുൽ ഖബാൽ? അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹിയ അറഖു അഹ്ലിന്നാർ, നരകത്തിലെ മനുഷ്യരുടെ ശരീരത്തിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ചലവും അതേപോലെ തന്നെ വിയർപ്പുമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നരകത്തിന്റെ തീജ്വാലകൾ വന്ന് മനുഷ്യന്റെ ശരീരത്തെ കാർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അല്ലാഹ് വേറെ തൊലി കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കും തീജ്വാലകൾ വന്ന് കരിച്ചു കളഞ്ഞാൽ ഇതോടുകൂടി അവസാനിച്ചുവെന്ന്. അല്ലാഹ് പറയുന്നു അവസാനിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ടതുണ്ട്. പുണ്യത്തിന്റെ പൂക്കാലമായ ഭക്തിയുടെ ഉത്സവകാലമായ ഒരു മാസത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മാസത്തെ ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തെ മോചിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ മാസത്തിൽ വ്രതം നിർബന്ധമാക്കപ്പെടാൻ കാരണമായ അള്ളാഹുവിന്റെ ഖുർആനുമായി അഭേദ്യമായ ബന്ധം എനിക്കുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തുകൊള്ളണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുകൊള്ളണം. എവിടെ നിന്ന്? നരകത്തിൽ നിന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദിയെ പോലെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, അതെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കേണ്ടത്? അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? ഖുർആനിന്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അവർക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ ഖുർആൻ പഠിക്കണം, ആലോചിക്കണം. ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കുന്ന, അതല്ലെങ്കിൽ ഈ ഒരു മജ്ലിസിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ടവരെ, കൈകൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിക്കുക. എന്റെ നാട്ടിൽ QHLS ഉണ്ട്, പക്ഷേ ഞാൻ QHLSന്റെ മെമ്പർ അല്ല. എന്റെ ക്ലാസ്സിൽ എന്റെ നാട്ടിൽ QHLS ഉണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന സമ്പ്രദായം സാഹചര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ അതിലെ പഠിതാവല്ല. എങ്കിൽ ആലോചിക്കേണ്ടതുണ്ട്, എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരായത്ത് കൂടെ ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ സൂറത്തു സുഹ്റുഫ് 39-ാമത്തെ വചനം, വമൻ യഇശ് അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു കരീൻ. അല്ലാഹ് പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഒരു മഹാവേദഗ്രന്ഥം നമ്മുടെ കൈകളിലേക്ക് പടച്ച തമ്പുരാൻ തന്നു. ആ ഖുർആനിനെ പറ്റി അല്ലാഹ് പറയുന്നു, വമൻ യഇശ് അൻ ദിക്രി റഹ്മാൻ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു കരീൻ, അവന് നാം ഒരു പിശാചിനെ കൂട്ടാളിയായി നിശ്ചയിച്ചു കൊടുക്കും. നോക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആന് പാരായണം ചെയ്യാത്തവരാണ് നമ്മളെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആന് പഠിക്കാത്തവരാണ് നമ്മളെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അത്ഭുതങ്ങളെ പറ്റി ചിന്തിക്കാത്തവരാണ് നമ്മളെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താത്തവരാണ് നമ്മളെങ്കിൽ, അല്ലാഹ് പറയുന്നു, ഇല്ല, നിന്നെ നയിക്കുന്നത് നിന്റെ ജീവിതത്തിലെ നന്മകളല്ല, മറിച്ചൊരു പിശാചാണ്. എന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ഒരു ശൈത്താനാണ്. എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, യംനഉഹു അനിൽ ഹലാൽ, അവൻ നന്മ ചെയ്യുമ്പോ ആ നന്മയിൽ നിന്ന് അവനെ ഈ പിശാച് തടയും. അവൻ തിന്മകൾ ചെയ്യാൻ വയബ്അസുഹു അനിൽ ഹറാം, ഹറാമുകൾ ചെയ്യാൻ നിരന്തരമായി ഈ പിശാച് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിനെ കൈവിട്ടാൽ, ഖുർആനിനെ അവഗണിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്താ പറയുന്നത്? പിശാചിനെ ഒരു കൂട്ടാളിയായി നമുക്ക് നിശ്ചയിച്ചു തരും. പിന്നെ പിശാചിന്റെ പണി എന്താ?
നമ്മൾ എന്ത് നന്മ ചെയ്യുന്നു ആ നന്മയിൽ നിന്നൊക്കെ നമ്മളെ തടയുക. സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുമ്പോ നമ്മളോട് ചോദിക്കും, ശക്തമായ തണുപ്പാണ്, ഇന്നൊരു ദിവസം പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. മാത്രമല്ല 5 മണിക്ക് നമ്മൾ ടൈം പീസ് വെച്ച് ഉറങ്ങുമ്പോ, നമ്മൾ ടൈം പീസിൽ അലാറം അടിക്കുമ്പോ നമ്മൾ അലാറം നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും 5:15 ജമാഅത്ത്, 10 മിനിറ്റേ പള്ളിയിലേക്കുള്ളൂ, ഇപ്പോ 5 മണി ആയിട്ടേ ഉള്ളൂ, ഒരു 5 മിനിറ്റും കൂടെ ഉറങ്ങാം. നമ്മൾ അവിടെ തന്നെ ഉറങ്ങും. പിന്നെ നമ്മൾ എഴുന്നേൽക്ക് എത്ര മണിക്കാ? 7 മണിക്ക്. ഏത് നന്മ ചെയ്യാണെങ്കിലും ആ നന്മയുടെ മുൻപിൽ ഒരു വഴിമുടക്കിയായി പിശാച് കടന്നു വരുമെന്ന് ആര് പറഞ്ഞതാണ്? ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്ത തിന്മകൾ അള്ളാഹു പറയാണ്, ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുകയാണ്, എന്താ ചെയ്യാ? പിശാച് നമ്മളെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ്. ജീവിതത്തിൽ ഇന്നുവരെ ഈ കൈകളെ കൊണ്ട് കള്ളിന്റെ ചഷകങ്ങൾ നമ്മൾ തൊട്ടിട്ടില്ല എങ്കിൽ, വ്യഭിചരിച്ചിട്ടില്ല എങ്കിൽ, സുവർഗരതിയിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, ലെസ്ബിയാനിസത്തിലേക്കും കേസെക്സിലേക്കും തന്റെ ജീവിതം വഴിമാറിപ്പോയിട്ടില്ല എങ്കിൽ, അരാജകത്വത്തിന്റെ ഗർത്തങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് പിശാചാണ്. നീ കള്ള് കുടിച്ചിട്ടില്ല എങ്കിൽ പിശാച് നിന്നെ കള്ള് കുടിപ്പിക്കും. നീ വ്യഭിചരിച്ചിട്ടില്ല എങ്കിൽ പിശാച് നിന്നെ വ്യഭിചരിപ്പിക്കും. നീ തോന്നിവാസങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പിശാച് നിന്നെ തോന്നിവാസം ചെയ്യിക്കും. നീ ഗേസെക്സിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഗേസെക്സ് നിന്നെ കൊണ്ട് ചെയ്യിക്കും. ലെസ്ബിയാനിസത്തിൽ നീ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അതിൽ നിന്നെ പിശാച് പങ്കെടുപ്പിക്കും എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആലോചിക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കേണ്ടതുണ്ട്. പഠിച്ചാൽ മാത്രമേ ഈ ഖുർആനികമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആലോചിക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് വെച്ച് പരിതപിക്കുന്ന വലപിക്കുന്ന ഒരു രംഗം അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ജനങ്ങൾ മുഴുവനും നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടതുണ്ട്. വഖാല റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. എന്താ പറയുന്നത്? യാ റബ്ബി, പടച്ചോനെ, ഇന്ന ഹാദൽ ഖൗം, ഈ സമൂഹത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അവർ ഈ ഖുർആനിനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർക്ക് പാരായണം ചെയ്യാൻ ഖുർആൻ വേണ്ട, അവർക്ക് ചിന്തിക്കാൻ ഖുർആൻ വേണ്ട, ജീവിതത്തിൽ പകർത്താൻ ഖുർആൻ വേണ്ട, അതേപോലെ തന്നെ പഠിക്കാനും അവർക്ക് ഖുർആൻ വേണ്ട. അവർക്ക് പഠിക്കാൻ സംഗീതത്തിന്റെ രാവുകൾ അവർക്കുണ്ട്, അതേപോലെ തന്നെ റേഡിയോ ജോക്കികളുണ്ട്, അതേപോലെ തന്നെ വൃത്തികെട്ട ചാനലുകളുണ്ട്, അതേപോലെ തന്നെ ജീവിതത്തിന്റെ 75% സമയവും ചെലവഴിക്കുന്നത് ഫേസ്ബുക്കിന്റെ മുന്നിലാണ്, നെറ്റിന്റെ മുന്നിലാണ്. അതുമാത്രം മതി. ഖുർആൻ പഠിക്കാൻ സമയമില്ല, ഖുർആൻ വായിക്കാൻ സമയമില്ല. നോക്കൂ, MSMന്റെ പ്രവർത്തകന്മാർ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒന്നാണ് ഇതാ റമദാനിൽ അതെ ഖുർആൻ വിജ്ഞാന പരീക്ഷ. ഈ വർഷം പഠിക്കേണ്ടത് സൂറത്തുൻ നിസാ ആണ്. എന്റെ സഹോദരിമാരെ, ജീവിതത്തിൽ ആ ആയത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെക്കേണ്ടവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായും പഠിച്ചിരിക്കേണ്ട നിയമങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാര് പഠിക്കണ്ട എന്നല്ല, നമ്മളും പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അനന്തരാവകാശ സ്വത്ത് എങ്ങനെയാണ് വീതം വെക്കേണ്ടത് എന്ന കൃത്യമായ സംക്ഷിപ്തമായ വിവരണം ഈ ആയത്തിലാണ്, ഈ സൂറത്തിലാണുള്ളത്. നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാവരും ഖുർആൻ വിജ്ഞാന പരീക്ഷയിലെ പങ്കാളിയാവേണ്ടതുണ്ട്. ആരാ? ഞാനൊരു പണ്ഡിതനല്ലേ, അതല്ലെങ്കിൽ ഞാൻ വിവരമുള്ളവനല്ലേ, അതല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ സെക്രട്ടറി അല്ലേ, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് അല്ലേ, ഞാൻ ഒരു ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലല്ലേ എന്ന് വിചാരിച്ച് മാറ്റിവെക്കരുത്. എന്റെ സഹോദരങ്ങളെ, പരീക്ഷയിൽ വിജയിക്കാനുള്ള പഠനമല്ല MSM നമ്മളോട് ആവശ്യപ്പെടുന്നത്. മറിച്ച് ജീവിതാന്ത്യം ലോകത്തിന്റെ തമ്പുരാന്റെ മുമ്പിൽ അനുഭവിക്കുന്ന ഒരു പരീക്ഷണമുണ്ട്. അവിടെ വെച്ച് ചോദിക്കും,
തന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ഫീമാ അഫ്ന, നിന്റെ ആയുസ് നീ എന്തിലാണ് ചെലവഴിച്ചത്? വൻ ശബാബിഹി, നമ്മുടെ യൗവനത്തെ കുറിച്ച് ചോദിക്കും. ചുറുചുറുക്കുള്ള കാലഘട്ടം, എന്തും ചെയ്യാൻ മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും നല്ല ചുറുചുറുക്കുള്ള രക്തത്തിന്റെ തുടിപ്പുള്ള ആ ഒരു സമയത്തെ പറ്റി അല്ല ചോദിക്കും. നിന്റെ യൗവനം നീ എന്തിനാണ് ചെലവഴിച്ചത്? കാണാനുള്ള കണ്ണ് നൽകി റബ്ബ്, കേൾക്കാനുള്ള ചെവി നൽകി, നടക്കാനുള്ള കാല് നൽകി, പിടിക്കാനുള്ള കൈ നൽകി, തിന്നാനുള്ള അന്നം നൽകി, കുടിക്കാനുള്ള വെള്ളം നൽകി. എന്നിട്ടല്ല ചോദിക്കും, എന്തേ നിന്റെ യൗവനം കൊണ്ട് നീ എന്താണ് ചെയ്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, വിരല് വായിലേക്കിട്ട് കടിക്കുന്ന ഒരവസ്ഥ എനിക്കില്ലാതിരിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കാൻ ഈ മാസം മുതൽ നമ്മൾ സന്നദ്ധരാകണം. ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഒരു സൂറത്ത് ചോദിക്കുമ്പോഴേക്ക്, അതിലൊരായത്ത് ചോദിക്കുമ്പോഴേക്ക് എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല എങ്കിൽ ആരാണ് ഇവിടെ ഖുർആൻ പഠിച്ചവർ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമർ, മൻ തഅല്ലമൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുകയും വഅല്ലമഹു, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണോ? അതേപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലെ ഭാര്യമാർ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവർ ഖുർആൻ പഠിക്കുന്നവരാണോ? എന്റെ പ്രിയപ്പെട്ട മക്കൾ അവർ ഖുർആൻ പഠിക്കുന്നവരാണോ? ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് പഠിക്കുന്നത്? പഠനത്തിലൂടെ അല്ലാഹു പറയുന്നു, ഉന്നതമായ സ്ഥാനം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. ഈ ഒരു സ്ഥാനം, അതേപോലെ തന്നെ വിജ്ഞാനത്തിന്റെ വലിപ്പം, വിജ്ഞാനം നേടിയവർക്കുള്ള സ്ഥാനം വളരെ കൃത്യമായി നമുക്ക് ഖുർആൻ പറയുന്നു. അവരുടെ സ്ഥാനം അല്ലാഹു ഉയർത്തിക്കൊടുക്കും. അറിയുമോ നിങ്ങൾക്ക്, പ്രിയങ്കരനായ നമ്മുടെ കൂട്ടുകാരൻ ജാബിർ കായക്കൊടി അറിയുമോ? ജാബിർ കായക്കൊടി മരിച്ച്, ആക്സിഡന്റ് ആയി മരിച്ച്, ആ മയ്യത്തുമായി ആംബുലൻസ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഇല്ല 400 പേരല്ല നിസ്കരിച്ചത്, ആയിരക്കണക്കിന് ആളുകൾ നിസ്കരിച്ചു. എന്താ? ജാബിർ കയുടെ സൗന്ദര്യമായിരുന്നില്ല, ജാബിർ കയുടെ സൗന്ദര്യമായിരുന്നില്ല, വടിവത്ത ശരീരമായിരുന്നില്ല, മറിച്ച് വിജ്ഞാനത്തിന്റെ വലിപ്പമായിരുന്നു. കേരളത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി, ആയിരക്കണക്കിന് ആളുകൾ ആ മയ്യത്ത് നോക്കിക്കണ്ട് കരയുന്ന കണ്ണുകളുമായി, പടക്കുന്ന കൈകളുമായി എല്ലാവരും പള്ളിയിലേക്ക് എടുത്തപ്പോ പള്ളിയിൽ സ്ഥലമില്ല. 4 പ്രാവശ്യം നിന്നിട്ടാണ് ആളുകൾ നമസ്കരിച്ചത്. നോക്കോ, അവിടെ സൗന്ദര്യത്തിന്റെ വലിപ്പമല്ല, മറിച്ച് വിജ്ഞാനത്തിന്റെ വലിപ്പം. മയ്യത്ത് കൊണ്ടുവന്നപ്പോ വന്യവയോധികനായ അബൂബക്കർ മൗലവിയെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മയ്യത്ത് കാണാൻ മരിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ 32-കാരനായ എനിപ്പാ, ഞാനിതാ ആഴ്ചകൾക്ക് ശേഷം ഓണത്തിന്റെ വെക്കേഷൻ ഞാൻ വരും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്ത് പിരിഞ്ഞുപോയ ജാബിർ ഖാന്റെ മയ്യത്ത് കണ്ടപ്പോ വാപ്പാന്റെ കണ്ണ് നിറഞ്ഞെങ്കിലും പൊട്ടിപ്പോയില്ല. അത് വിജ്ഞാനത്തിന്റെ വലിപ്പമാണ്. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. എന്റെ സഹോദരങ്ങളെ, ഉമ്മയെ കൊണ്ടുവന്നു, പാണ്ഡിത്യത്തിന്റെ തറവാട്ടിൽ ജനിക്കുകയും അതേപോലെ തന്നെ വിജ്ഞാനത്തിന്റെ മധ്യത്തിൽ ജീവിക്കുകയും ചെയ്ത ആ മാതാവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുവെങ്കിലും ഇല്ല, കരഞ്ഞില്ല ആ മാതാവ്, തളർന്നില്ല ആ മാതാവ്, ബോധം കെട്ട് വീണില്ല. എന്താണ്? വിജ്ഞാനത്തിന്റെ വലിപ്പമായിരുന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടതുണ്ട്. ആ മാതാവ് പറയുന്നൊരു രംഗമുണ്ടായിരുന്നു, എന്റെ ജാബിറിന്റെ ഈ ഫ്രീസറിന്റെ മുകൾ ഭാഗം ഒന്ന് പൊക്കിയാൽ എന്റെ മോനെ എനിക്കൊരു ഉമ്മ കൊടുക്കാമായിരുന്നു. ആലോചിക്കേണ്ടതുണ്ട്. ഈ മരണം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്, ജാബിർ കാക്ക് മാത്രമുള്ളതല്ല. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി. അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നാളെ നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ജീവനുള്ള ശരീരത്തോടു കൂടിയാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല എങ്കിൽ ആലോചിക്കേണ്ടതുണ്ട്. മരണമപ്പയും കൂടെയുണ്ട്. ഏത് സമയത്തും എവിടെ വെച്ചും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും നിർവചിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ എന്നു മരിക്കുമെന്ന് ഒരാൾക്കും നിർവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ബോധം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമൽ ലദ്ദാത്ത്, മരണത്തെക്കുറിച്ച്, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം. എന്തിനാണ് ഈ ധാരാളമായുള്ള ഓർമ്മ? നിങ്ങളെ
അതേ തിന്മകളിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു ചാലക ശക്തിയാണത്. നന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ചാലക ശക്തിയാണത്. അതേപോലെ തന്നെ ഏത് കൂരിരുട്ടിലും തിന്മ ചെയ്യുമ്പോ എന്റെ റബ്ബേ ഞാനിത് കാണുന്നത് എന്റെ റബ്ബ് കാണുന്നുണ്ട്. ഞാൻ മരിച്ചു ചെന്നാൽ എന്റെ ശരീരവും ആരുടെ മണ്ണിലേക്ക് വെക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടവനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ സൂറത്ത് മുജാദലയിലൂടെ, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ലോകത്തിന്റെ തമ്പുരാൻ ആരാണ്? യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സകലതും അറിയുന്നവനാണ് ലോകത്തിന്റെ തമ്പുരാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ വലിപ്പത്തെ കുറിച്ച്, അതിന്റെ വിശാലതയെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 10-15 നോമ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ട് എന്ത് നേടി എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ ഒരു ഈമാൻ, ഈ ഒരു തഖ്വ കൈവരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അല്ലാഹ് പറയാണ് മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. 3 ആളുകൾ കൂടി രഹസ്യം പറയുന്നില്ല, 4ാമതായിട്ട് പടച്ചോൻ ഉണ്ടായിട്ടല്ലാതെ. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിന്റെ കൽപ്പനയാണ്, ഖുർആനിന്റെ സംസാരമാണ്. അല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിജ്ഞാനത്തിന്റെ വിശാലമായ തലങ്ങളെ വിശദീകരിക്കുകയാണ്. എന്താ പറഞ്ഞത്? മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. 3 ആളുകൾ കൂടി രഹസ്യം പറയുന്നില്ല, 4ാമതായി ലോകത്തിന്റെ തമ്പുരാൻ ഉണ്ടായിട്ടല്ലാതെ. ഏതടച്ചിട്ട റൂമിൽ കടന്നുകൊണ്ട് സ്വകാര്യതയിൽ ഏത് ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് കടന്നു ചെന്ന് സെക്സ് പെണ്ണിനെയും കണ്ട് ആസ്വദിക്കുന്ന സഹോദരങ്ങളെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കണ്ണ് കാണുന്നത് ഹറാമിന്റെ നോട്ടത്തിലേക്കാണ്, നമ്മുടെ മനസ്സ് പോകുന്നത് ഹറാമിന്റെ ചിന്തകളിലേക്കാണ്. ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ തമ്പുരാൻ നമ്മളെ കാണുന്നുണ്ട്. ഈ ബോധമാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത്. ഈ ബോധമാണ് നമ്മളെ തിന്മയിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു വലാ ഹംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. 5 ആളുകൾ കൂടി രഹസ്യം പറയുന്നില്ല, 6ാമതായിട്ട് പടച്ചോനുണ്ടായിട്ടില്ല. ഈ ബോധം ഈ റമദാനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ച ഈ റമദാൻ നമുക്ക് ഫലപ്പെട്ടു ഇല്ലേ? ഫലപ്പെട്ടില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കാൻ, എന്നും ഒരു റമദാനിനെ കുറിച്ച് ഓർത്ത് പല പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇല്ല, ഈ പ്രാവശ്യത്തെ റമദാൻ പഠനത്തിന്റെ, അറിവിന്റെ മേഖലകളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഒരു നല്ല റമദാനാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി